രാവിലത്തേക്ക് ഷടപടയെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ, അത് ബ്രെഡ് കൊണ്ട് ഒരു രണ്ടെണ്ണം കഴിക്കുമ്പോഴേ വയറ് നിറയും. എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം കൂടെ ആട്ടോ. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും. അങ്ങനെ ഒരു ബ്രെഡ് ടോസ്റ്റ് ആട്ടോ ഇന്ന് കാണിക്കുന്നത്. എന്നാൽ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനായി ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അധികം ചേർക്കാട്ടോ. മുട്ടയിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ. സവാളയൊക്കെ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കണം. കൂടെ ഒരു തക്കാളിയുടെ പകുതി ഭാഗം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ. മല്ലിയിലയും ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതിയാവും. കൂടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഒരു പച്ചമുളക് പൊടിയായിട്ട് അരഞ്ഞതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാട്ടോ. ഒരു സ്പാച്ചില കൊണ്ടോ ഒരു വിസ്ക് കൊണ്ടോ എന്തെങ്കിലും ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. അതെ, ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമായിട്ടല്ല കേട്ടോ. വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനോ സ്നാക്ക് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും കഴിക്കാട്ടോ. ഇനി ഒരു ബ്രെഡ് എടുത്ത് ഒരു പാത്രത്തിലോട്ടങ്ങ് വെച്ച് നമ്മുടെ മിക്സ് ബ്രെഡിന്റെ മുകളിലോട്ടങ്ങ് വെച്ചു കൊടുക്കാട്ടോ. അത് എല്ലാ ഭാഗവും എത്തുന്നത് വരെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഒരു ചെറിയ പീസ് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ആയാലും മതി. ഈ ബട്ടർ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം. ഇനി അതിന്റെ മറ്റേ ഭാഗത്ത് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സ് അങ്ങോട്ടങ്ങ് വെച്ചു കൊടുക്കാം. അതും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് ആക്കി കൊടുക്കാട്ടോ. എന്നിട്ട് ആ സ്പൂൺ വെച്ച് തന്നെ ഒന്നങ്ങ് അമർത്തി എടുക്കാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതൊന്ന് സൂക്ഷിച്ചു വേണോ മറിച്ചിടാനായിട്ട്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കാട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എന്നാൽ നല്ല രുചിയുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആട്ടോ ഇത്. ഇപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് അങ്ങ് എടുക്കാട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും